വേണ്ടത്? നല്ല ബിരിയാണി കിട്ടും. ബിരിയാണി ഇവിടെ കിട്ടില്ല, സോറി. നല്ലൊരു മന്തി കഴിക്കാൻ താല്പര്യമുണ്ട്. ഇവിടെ തുടങ്ങിയാലോ ലക്ഷ്മി തീർക്കാൻ പറ്റും. സ്ഥലത്ത് ഈ സഞ്ചി എടുത്തോ. 2 hours later. Hey guys, welcome to my first ever video on YouTube. So നമ്മളിന്ന് വിഷുവിൻ്റെ തലേദിവസം ആയതുകൊണ്ട് ചെറിയൊരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണൂരേക്ക് പോവാണ്. എൻ്റെ സിസ്റ്റർ ഫ്രണ്ടാണ് ആഷ്ലി, ഇതെൻ്റെ ട്വിൻ ബ്രദർ ഹർദ്യു, പിന്നെ ആഷി മൈ ഓൺ സിസ്റ്റർ, ദെൻ മൈ ആവണിക്കുട്ടി. നമ്മളങ്ങനെ ഇരണാവെത്തി. പക്ഷെ റോഡിൽ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല, അത്യാവശ്യം ഫ്രീ ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ണൂർ എത്താൻ പറ്റി. അങ്ങനെ നമ്മളൊരു 4 മണി ടൈം ആയപ്പോൾ ക്യാപിറ്റൽ മാളിൽ വന്നു. പിന്നെ അവിടെ മാക്സിലും ട്രെൻഡ്സിലും കയറി. അവിടെ നിന്ന് നമ്മൾ ട്രെൻഡ്സിൽ നിന്ന് ആഷ്ലിക്ക് ഒരു ഡ്രസ്സ് എടുത്തു. പക്ഷെ നമുക്കാർക്കും ഡ്രസ്സ് കിട്ടിയില്ല. അത് നമ്മൾ ആഷ്ലിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക്. കാരണം ആഷ്ലി ശ്രീകണ്ഠാപുരത്ത് എത്തേണ്ടതുകൊണ്ട് ഒരുപാട് സമയമായി, ഏകദേശം 5:30 ആയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ആഷി സൂചാനെ വിളിക്കുന്നുണ്ട്. ഹലോ സൂചേട്ടാ, നിങ്ങൾ എവിടെ പോയി കിടക്കുന്നു? അങ്ങനെ നീണ്ട നേരത്തെ ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ ഇമാനുവൽ സിൽക്സ് എന്ന ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുത്തു. പിന്നെ നമ്മൾ സ്റ്റൈലുള്ളിലേക്ക് വന്നു. ഇവിടെ സുജാനും സുജാന്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകാൻ വേണ്ടി. ഹലോ സൂചേട്ടാ, ഞങ്ങൾ ഇവിടെ എത്തി. സ്റ്റൈലുണ്ണിന്റെ അകത്തേക്ക് ഞാനും ആവണിയും മാത്രമേ കയറിയുള്ളൂ. ബാക്കി 2 എണ്ണം വണ്ടിയിലിരുന്നു. പിന്നെ നമ്മൾ വെറുതെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കി, പക്ഷെ ഒന്നും എടുത്തില്ല. ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത് എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകേണ്ടത് എന്നുള്ളതാണ്. കഫേ സ്റ്റോറിൽ പോകണോ കൊർണീഷ്യയിൽ പോകണോ? ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്തു കഫേ സ്റ്റോറി. കാരണം കൊർണീഷ്യയിൽ മുന്നേ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി കഫേ സ്റ്റോറിയിൽ എത്തിയിട്ടുണ്ട്. ഞാനും ഇവനും വ്ളോഗിന്റെ ഇന്റർവ്യൂ ഇങ്ങനെ എടുക്കുന്നതാണ്ടായത്. പിന്നെ 2 ആൾക്കാർ ഓൾറെഡി മുന്നിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാൾ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഈ വ്ളോഗ് ഒരിക്കലും പുറത്തു വരാത്തൊരു വ്ളോഗാണെന്ന് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ ചലഞ്ച് ഏറ്റെടുത്തു ഗൈസ്. കഫേ സ്റ്റോറി അത്യാവശ്യം നല്ല സെറ്റാണ്, നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല ഫുഡാണ്, നല്ല പൈസയുമാണ്. പിന്നെ വാഷ്റൂം കണ്ടപ്പോൾ ഞാനിവിടെ മുഖമൊക്കെ കഴുകി ഷോപ്പിങ്ങിന്റെ ക്ഷീണൊക്കെ അങ്ങ് കളയാന്ന് വിചാരിച്ചു. നമ്മൾ കഫേ സ്റ്റോറി എന്താണ് അത്തിക്ക് പറയാ? അത്തിക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? നല്ല ബിരിയാണി കിട്ടും. ബിരിയാണി ഇവിടെ കിട്ടില്ല, സോറി. നല്ലൊരു മന്തി കഴിക്കാൻ താല്പര്യമുണ്ട്. അവണിക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് പറയൂ. എനിക്ക് സ്റ്റാർട്ടറായിട്ട് എന്തെങ്കിലും വേണം, ആൻഡ് മെയിൻ കോഴ്സായിട്ട് എന്തെങ്കിലും, പിന്നെ കുടിക്കാനായിട്ട് ഒരു ഉഴുന്നുവടിയും ചായയും മതിയോ? അയ്യോ സ്റ്റാൻഡേർഡ് വിത്ത് കളിക്കുന്ന എന്താണ് വേണ്ടത്? ഒരു
സ്മോക്കി സോറി മോക്ക. പിന്നെ ഏത് വേണോ? ബീഫ് സ്റ്റീക്ക് വേണോ? ബീഫ് സ്റ്റീക്ക് സ്റ്റേക്ക് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുക. എന്ത് തേങ്ങയാണെങ്കിൽ അത് വേണമെന്നാണ് ചോദിച്ചത്. വാഫിൾസ് അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിക്ക്. അവിടെ കണ്ടോ ചുരുമുട്ടിലെ എല്ലാ സാധനവും ഞാൻ ഓക്കെ. ഇതാ സോ അങ്ങനെ നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഒരു ബീഫ് പിസ്സയും ഒരു ചിക്കൻ പിസ്സയും ഓർഡർ ചെയ്തത്. ഇതൊക്കെ സൂചന്റെ ഫ്രണ്ട്സാണ്. പിസ്സ കണ്ട് കൊതിക്കുന്ന അർത്തീനെയാണ് നിങ്ങൾ കണ്ടിയോടെ. പിന്നെ പാസ്ത വന്നു, മെഷൻഹാരി കേക്ക് വന്നു, ചീസ് കേക്ക് വന്നു, ബീഫ് സ്റ്റീക്ക് വന്നു, ചിക്കൻ സ്റ്റീക്ക് വന്നു. എല്ലാം ഞങ്ങൾ തട്ടി തിരിച്ചു പോകാൻ പോവാണ്. അതിനിടയിൽ രണ്ടാൾക്കാർ തിരിച്ചു പോകാൻ പറഞ്ഞു വണ്ടിയിൽ ഇത് പാട്ട് വെക്കണ്ടേ എന്നുള്ളൊരു ഡിസ്കഷനിലാണ്. ഇവിടെ തുടങ്ങിയാലോ? നമ്മളിത് തീർക്കാൻ പറ്റും. സൂചിട്ട് ഞാൻ ബാക്കിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് വൈബാക്കി തിരിച്ച് വീട്ടിലേക്ക് പോയി. സോ താങ്ക് യു ഫോർ വാച്ചിങ്.